5 വർഷം മുൻപ് രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 3 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. സീതയുടെ ഇപ്പോഴത്തെ പ്രായമെന്ത്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 067/2026, തീയതി 18/7/26. -5 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 വർഷം മുൻപത്തെ പ്രായം. 0 എന്നാൽ ഇപ്പോഴത്തെ പ്രായം, +3 എന്നാൽ 3 വർഷത്തിന് ശേഷമുള്ള പ്രായം. അപ്പോൾ നമുക്ക് സീതയുടെ 5 വർഷം മുൻപത്തെ പ്രായം x എന്ന് കരുതുക. അപ്പോൾ 5 വർഷം മുമ്പ് രാധയുടെ പ്രായം 3x ആവും. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5 വർഷം മുമ്പ് രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിൻ്റെ 3 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 5 വർഷം മുൻപത്തെ പ്രായമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രായമാകുമ്പോൾ 5 വയസ്സ് കൂടും ഓരോരുത്തടി. സീതയുടെ ഇപ്പോഴത്തെ പ്രായം x+5, രാധയുടെ ഇപ്പോഴത്തെ പ്രായം 3x+5. ഇനി 3 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു 3 കൂടി കൂടും വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ സീതയുടെ പ്രായം x+5 കൂടെ 3 കൂട്ടി x+8. 3 വർഷം കഴിയുമ്പോൾ രാധയുടെ പ്രായം 3x+5 കൂടെ 3 കൂട്ടി 3x+8. ഇത് തമ്മിൽ നമുക്കൊരു ബന്ധം തന്നിട്ടുണ്ട്. അതായത് 3 വർഷം കഴിയുമ്പോൾ സീതയുടെ പ്രായവും രാധയുടെ പ്രായവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? 3 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. ഏത്? രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിൻ്റെ 2 മടങ്ങാകും. അതായത് സീതയുടെ പ്രായത്തിനെ 2 കൊണ്ട് ഗുണിച്ചാൽ രാധയുടെ പ്രായം കിട്ടും. അതായത് 2 × x+8 സമം 3x+8. 2 കൊണ്ട് 2 ഗുണിക്കുക, 2x + 16 സമം 3x+8. എക്സ് ഒക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവന്നു, സംഖ്യകൾ മറുഭാഗത്തേക്ക്. 2x, ഈ 3x ഇങ്ങോട്ട് എഴുതി -3x സമം, ഇവിടെ 8 ഉണ്ട്, ഈ 16 അങ്ങോട്ട് എഴുതി -16. 2x നിന്ന് 3x കുറച്ചാൽ -1x സമം 8 നിന്ന് 16 കുറച്ചാൽ -8. x സമം -8/-1, 8 +8 എന്ന് കിട്ടി. എക്സിൻ്റെ വില. ചോദ്യം എന്താ? സീതയുടെ ഇപ്പോഴത്തെ പ്രായം. ഇതിൽ സീതയുടെ ഇപ്പോഴത്തെ പ്രായം എന്താ? x+5. എക്സിൻ്റെ കൂടെ 5 കൂട്ടണം. അപ്പോൾ സീതയുടെ ഇപ്പോഴത്തെ പ്രായം x+5, x 8 ആണ്, 8ഉം 5ഉം, ഉത്തരം 13.